ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുട്ടുപൊടിയും കൊണ്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നെയ്പ്പത്തിൽ എങ്ങനെ ചുട്ടെടുക്കാമെന്നുള്ളൊരു അടിപൊളി റെസിപ്പിയുമായിട്ടുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി പൊങ്ങി വന്നിട്ടുള്ള നെയ്പ്പത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, എത്രയും പെട്ടെന്ന് അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ അടിപൊളിയായിട്ട് നല്ല ബീഫ് കറിയും നെയ്പ്പത്തിലും ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല എന്നറിയാം. ഓക്കെ, അതുകൊണ്ട് ഇത് ചുടാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. അപ്പം എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് പുട്ടുപൊടിയിൽ ഇങ്ങനെ ഒരു നെയ്പ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാട്ടാ. പെട്ടെന്ന് അരിയൊന്നും കുതിർത്താതെ തന്നെ നമുക്ക് പുട്ടുപൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ അതിൻ്റെ റെസിപ്പി എങ്ങനെയുള്ളത് ഇപ്പം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്കിതിന് ഇതുപോലെ നെയ്പ്പത്തിൽ ചുടാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് 1 കിലോ പുട്ടുപൊടി ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു പാക്കറ്റ്. അതുപോലെ തന്നെ ചിരകിയ തേങ്ങ, പിന്നെ വലിയ ജീരകം, പിന്നെ ഒരു ഉള്ളി, പിന്നെ ആവശ്യത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ്. അപ്പോൾ ഇത്ര ഐറ്റം മാത്രമേ നമുക്ക് എന്തുള്ളൂ നെയ്പ്പത്തിൽ ചുടാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാം. അപ്പം നമുക്ക് എന്താക്കാം, ആദ്യം പുട്ടുപൊടി എടുത്തിട്ട് അത് എത്ര ഉണ്ടെന്ന് അതൊന്ന് അളവെടുക്കേണ്ടതുണ്ട്. അതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ആവശ്യത്തിന് അളവെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാ ഈ ഒരു 1 2 3 4 5 ഐറ്റം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ അടിപൊളി നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഈ ഒരു ട്രിക്ക് പരീക്ഷിച്ച് നോക്കുക, എളുപ്പത്തിലാവും. അപ്പം നമുക്ക് ആദ്യം എന്താക്കാം, അരി ഒന്നൊരു പാട്ടക്കകത്ത് അളക്കാം. എത്ര പുട്ടുപൊടി എത്ര ഉണ്ട് എന്ന് നമുക്ക് ആദ്യം അളവെടുക്കാം. അതിന് ശേഷം നമുക്ക് വെള്ളത്തിൻ്റെ കണക്ക് കിട്ടും. അപ്പം ഇതൊരു പാട്ടക്കകത്താണ് എത്ര പുട്ടുപൊടി എന്നുള്ള അളവെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കപ്പിൽ പുട്ടുപൊടി 1 കപ്പായി. അതുപോലെ തന്നെ ഇനി 1 കപ്പും കൂടെ അതിലേക്കുള്ളതുണ്ട്. അപ്പോൾ 2 പാട്ടക്കുള്ള പുട്ടുപൊടിയാണ് ഞാൻ ഇതിനാവശ്യത്തിന് വേണ്ടി എടുക്കുന്നുള്ളത്. അപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കറക്റ്റ് 2 കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് പുട്ടുപൊടിക്ക് 2 കപ്പ് അതേപോലെ അതേ കപ്പ് തന്നെ സെയിം കപ്പ് 2 കപ്പ് വെള്ളമാണ് ഇതിനൊക്കെ ആവശ്യമുള്ളത്. അപ്പം ഏത് ഗ്ലാസ്സിലാണ് ഏത് പാത്രത്തിലാണ് അളവെടുക്കുന്നത് അതിന് കണക്കായിട്ട് സെയിം തന്നെ 1 ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം, ആ ഒരു കണ്ടീഷനിലാണ് വെള്ളം ആവശ്യം. അപ്പോൾ ആവശ്യത്തിന് ഈ പുട്ടുപൊടിയിലേക്ക് ചെറിയൊരു 3 ടീസ്പൂണ് ഉപ്പ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ ടീസ്പൂണിൽ 3 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഈ പാകത്തിന് ആയിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ കൈ കൊണ്ട് പുട്ടുപൊടിക്കകത്ത് ആ ഉപ്പൊന്ന് ജസ്റ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, നല്ലപോലെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എന്താക്കാം, ബാക്കി ഇതുപോലെ ഇതിനകത്തേക്ക് ഇനി അതേ സെയിമിൽ 2 കപ്പ് വെള്ളം ഞാൻ അവിടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ലപോലെ നല്ല തിളപ്പിച്ച ചൂടുവെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടതാണ്. തിളപ്പിച്ച ചൂടുവെള്ളം റെഡി. ഞാൻ ഇതിലേക്കകത്ത് 2 കപ്പ് തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ചു. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഒരടപ്പ് എടുത്തിട്ട് നമുക്ക് എന്താക്കണം, ഈ പാത്രം ഒന്ന് അടച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോഴത്തേക്ക് ഏകദേശം അതിലേക്ക് വെള്ളം ഒന്ന് ശരിക്കും സെറ്റാവും. ഓക്കെ, അപ്പം കുറച്ച് സമയത്തേക്ക് സെറ്റാകുന്നവരെ നമുക്ക് എന്താക്കാം, ആ സമയം കൊണ്ട് തേങ്ങയും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ മുറിച്ചിട്ട് അതിൽ വലിയ ജീരകമൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് സെറ്റാക്കിയിട്ട് കൊണ്ടുവരാം. ഓക്കെ, അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ അരച്ച് സെറ്റാക്കിയിട്ട് ഒരു പാത്രത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് അടപ്പ് തുറന്നിട്ട് നമുക്ക് നോക്കാം എന്തായി. അടപ്പ് തുറന്ന് വെള്ളമൊക്കെ ഏകദേശം അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെ അരച്ച് കൊണ്ടുവന്ന തേങ്ങ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടായതുകൊണ്ട് ഞാനൊരു കയ്യിലെടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പം പ്രത്യേകം കൈയിട്ടിട്ട് മിക്സ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, നല്ല ചൂടുണ്ടാവും. തിളച്ച വെള്ളം വെച്ചതുകൊണ്ട് അത്യാവശ്യം മാവ് നല്ല ചൂടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു കയ്യിലെടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഏകദേശം മിക്സ് ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് വെള്ളം ഇതെല്ലാം ഒന്ന് തേങ്ങയും ഇതൊക്കെ നല്ലപോലെ ഒന്ന് സെറ്റാകുന്നവരെ ഇങ്ങനെ കയ്യിൽ കൊണ്ട് ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുക. നമ്മളെ ഏകദേശം ഇതിൻ്റെ മാവ് സെറ്റായി. ഇതുപോലെ സെറ്റാകുന്നവരെ ശരിക്കും ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഈ ഒരു പരുവത്തിൽ അതിന് കുറച്ച് സമയം നമുക്ക് എന്താക്കാം, ഒരു അടപ്പെടുത്തിട്ട് അടച്ചു വെക്കാം ഒന്ന്. അപ്പോൾ കുറച്ച് ടൈമിങ് അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല സോഫ്റ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇതുപോലെ ഒരു
പ്ലാസ്റ്റിക് ഈ കവർ എടുത്തിട്ട് അതിനകത്ത് ചെറിയൊരു ബോളാക്കിയിട്ട് അതിലേക്ക് വെച്ചു. അതിലേക്ക് മുകളിലൊരു കവറിട്ട് അടച്ചു വെച്ചിട്ട് ഇതുപോലൊരു പ്ലേറ്റ് എടുത്ത് ജസ്റ്റ് ഒരു പ്ലേറ്റ് മാത്രം മതി നമുക്കിത് പ്രസ് ചെയ്യാൻ. പ്ലേറ്റ് നല്ലൊരു കുപ്പി പ്ലേറ്റ് എടുത്ത് ഇങ്ങനെ പ്രസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ റൗണ്ട് മോഡലിലേക്കാവും. ഇനി നമുക്ക് എന്താക്കാം, അവിടെ എണ്ണ തിളച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. തിളച്ച എണ്ണ സെറ്റായി. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്താക്കാം, അതിനകത്തേക്ക് ഇടാം. അങ്ങനെ അതിനെ തിളച്ച എണ്ണക്കകത്തേക്ക് ഇട്ടു. ആ സാധനം വെന്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വേവുന്നവരെ കുറച്ച് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ലപോലെ കുറച്ച് കഴിഞ്ഞാൽ എണ്ണ മുകളിൽ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നത് കാണാം. ഒരു കയ്യിലെടുത്ത് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എണ്ണ വാർന്നു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സഹായമായിരിക്കും ഒക്കെ. അപ്പോൾ ഒരു കയ്യിൽ കൊണ്ട് ഇങ്ങനെ എണ്ണ ഇങ്ങനെ വാർന്നു കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക്. അപ്പം പെട്ടെന്ന് നമ്മളെ നെയ്പ്പത്തിൽ പൊങ്ങി വരും. ഓക്കെ, അടിപൊളിയായിട്ട് അങ്ങനെ നമ്മൾ നെയ്പ്പത്തിൽ പൊങ്ങി വന്നു. ഇനി കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. പുട്ടുപൊടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു നെയ്പ്പത്തിൽ ചുട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. നെയ്പ്പത്തിൽ ചുടാൻ സിമ്പിൾ ട്രിക്കാണ്. അതുകൊണ്ട് ഈ ഒരു പുട്ടുപൊടിയും കൊണ്ട് നെയ്പ്പത്തിൽ ചുടാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ നെയ്പ്പത്തിൽ ചുടാൻ പറ്റുക. നെയ്പ്പത്തിൽ അതിന് ശേഷം വെന്ത് നല്ല ബ്രൗൺ കളറാകുന്ന വരെ വെയിറ്റ് ചെയ്ത് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പക്കയിലും കൊണ്ട് എന്താക്കാം, മെല്ലെ എണ്ണ വാർന്നിട്ട് കോരിയെടുക്കാം. ഓക്കെ, ഇതുപോലെ അങ്ങനെ ഏകദേശം എണ്ണ വാർന്നെടുക്കാം. എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. ഓക്കെ, അപ്പം അറിയാത്തവരൊക്കെ പുട്ടുപൊടിയും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതുപോലെ നല്ല പൊന്തി വരുന്ന നല്ല സോഫ്റ്റായിട്ടുള്ള നെയ്പ്പത്തിലാണ് കേട്ടോ. ഏകദേശം നെയ്പ്പത്തിലൊക്കെ ഏകദേശം ചുട്ട് കഴിഞ്ഞു. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ഉണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതുപോലെ സിമ്പിളായിട്ട് നെയ്പ്പത്തിൽ ചുടാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി. അപ്പം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസുകൾ കാണാനായി. ഓക്കെ, അടുത്ത വീഡിയോസുമായി കാണാം. ബൈ ബൈ.